നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 7 വയസ്സുകാരിക്ക് പീഡനം, യുവാക്കൾക്കെതിരെ പോക്സോ കേസ്, ഒരാൾ പിടിയിൽ. കൊല്ലം കടയ്ക്കലിലാണ് സംഭവം. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. എഴുകോൺ ജംഗ്ഷനിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബോർഡുകൾ നീക്കം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം സബ് ഡിവിഷനിൽ തുടക്കം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. വിശദമായ വാർത്തകളിലേക്ക്. 7 വയസ്സുകാരിക്ക് പീഡനം, യുവാക്കൾക്കെതിരെ പോക്സോ കേസ്, ഒരാൾ പിടിയിൽ. കൊല്ലം കടയ്ക്കലിലാണ് സംഭവം. കോവൂർ സ്വദേശി സച്ചുവാണ് അറസ്റ്റിലായത്. 7 വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് മിഠായി വാങ്ങി നൽകി കുട്ടിയെ യുവാവ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി പലതവണ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുന്നത് കുട്ടിയുടെ ബന്ധു കണ്ടു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് യുവാക്കൾ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി വരികയായിരുന്നുവെന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത കടയ്ക്കൽ പോലീസ് യുവാക്കളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുട്ടിയെ പീഡിപ്പിച്ചു വന്ന സച്ചുവിനെയാണ് കോവൂർ ഭാഗത്തു നിന്നും കടയ്ക്കൽ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് എടുത്ത രണ്ടാമത്തെ കേസിൽ മറ്റൊരു പ്രതി ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. അതിക്രമിച്ച് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തിനെതിരായിട്ട് കോടതി ഉത്തരവുണ്ട്. ഇന്ന് നൽകുന്ന കേസ് നിലവിലുണ്ട്. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കെട്ടിടങ്ങളിലെ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതേ തുടർന്ന് LDF അംഗങ്ങളും വ്യാപാരികളും യാത്രക്കാരും പഞ്ചായത്തിനോട് നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഇതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിന്റെ സ്ഥലമല്ല, പഞ്ചായത്തിന്റെ വണ്ടിക്ക് ഇടുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ വണ്ടി എടുത്തത് മുമ്പ് ഭരണസമിതിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അന്ന് വണ്ടി ഇട്ടിരുന്നവരാണ്. പഞ്ചായത്തിന്റെ വണ്ടി നാട്ടുകാരെ വണ്ടി വെക്കാൻ പാടില്ല, ശരിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പകരം സംവിധാനം ഇവിടെ KSRTC സൗജന്യ യാത്ര കൊടുത്താൽ മാത്രം പോയത്. നാട്ടിൽ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 2 വീലറുമായിട്ട് വരുമ്പോൾ അവരുടെ ബൈക്ക് വെക്കാനുള്ള സംവിധാനം കൂടെ കൊടുക്കണം. അതും പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് സ്ത്രീകളാണ്, അവരുടെയും കൂടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. രാവിലെ കൊച്ചു കുട്ടികൾ രാവിലെ പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പഞ്ചായത്ത് പ്രമാണമായി ഞങ്ങളൊന്നും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഞങ്ങളെടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടില്ലേ? പൊതുജനങ്ങൾ എന്നോട് പറഞ്ഞത് നമ്മളും കൂടെ അറിഞ്ഞാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമാണ്. സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. സമരത്തിനു ശേഷം എഴുകോൺ പഞ്ചായത്ത് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം സബ് ഡിവിഷനിൽ തുടക്കമായി. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു.
യുവജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരായ ശക്തമായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അടുത്ത ഒരു മാസ കാലയളവിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഫ്ലാഷ് മോബുകൾ, സൈക്കിൾ റാലികൾ, പൊതുജന പങ്കാളിത്ത പരിപാടികൾ എന്നിവ കൊല്ലം സബ് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത പറഞ്ഞു. പ്രൗഡ് പ്രോജക്റ്റ് ആയിട്ട് റീസെന്റ് ഇറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദി ഓണറബിൾ Chief Minister and Home Minister. So this project is not only an enforcementന്റെ ഭാഗം മാത്രമല്ല, തുഫാൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നോട്ട് ഓൺലി കേസ് പിടിക്കുന്നത്, കേസിൻ്റെ എണ്ണം കാണിക്കുന്നത് മാത്രമല്ല. സോ ഡ്രഗ് മിനേസ് അങ്ങനെ പറയുന്ന ഒരു വിഷയം, ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് ആൻ ടെക്നിക്കൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സോഷ്യേറ്റൽ ഇഷ്യൂ. അങ്ങനത്തെ ഒരു കാര്യത്തെ പബ്ലിക്കിനെ എടുത്തു പോകാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്രയും വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രിവെൻഷൻ, എൻഫോഴ്സ്മെൻറ്റ്, ഡി അഡിക്ഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് കംപ്ലീറ്റ് ഒരു 4-pronged അപ്രോച്ചായിട്ടാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് നമുക്ക് റൂൾ ഔട്ട് ചെയ്തിരുന്നത്. ആൻഡ് എവറി ഡിസ്ട്രിക്ട്സ് ഇസ് വർക്കിംഗ് ഓൺ ദാറ്റ്. സോ എസ്പെഷ്യലി ഐ താങ്ക് ഫാത്തിമ കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഇത്രയ്ക്കും ആപ്റ്റായിട്ടുള്ള ഒരു ഓഡിയൻസും ഇത്രയും നല്ല ഒരു ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കാനും പോലീസായിട്ട് ഇത്രയും സഹകരിച്ച ഫാദർ ആൻഡ് മാനേജ്മെന്റ്, ഐ വിഷ് ടു താങ്ക് യു ഓൾ, ഹാർട്ട്ഫെൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. അഡീഷണൽ SP ദിനിൽ JK അധ്യക്ഷത വഹിച്ചു. കൊല്ലം ACP TR രാജേഷ് സ്വാഗതം പറഞ്ഞു. നർക്കോട്ടിക് സെൽ ACP റോബർട്ട് സോണി, DCRB ACP അനന്തലാൽ, ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ജോസഫ് ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ മനോഹർ മുല്ലശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഫാത്തിമ മാതാ കോളേജ് നർക്കോട്ടിക് സെൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഷഫി ക്ലാസ് നയിച്ചു. കോളേജ് കോർഡിനേറ്റർ ടൈറ്റസ് AR നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചെമ്മന്തൂരിൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള മഹാഗണി മരങ്ങൾ നഗരസഭ ലേലം ചെയ്തു. നഗരസഭാ കാര്യാലയത്തിലായിരുന്നു ലേലം. പുനലൂർ നഗരസഭയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ പാർക്ക് നിർമ്മിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന് സമീപമുള്ള മഹാഗണി മരങ്ങൾ നഗരസഭ ലേലം ചെയ്തു. നഗരസഭാ കാര്യാലയത്തിലായിരുന്നു ലേല നടപടികൾ. വർഷങ്ങളായി പുനലൂർ നഗരസഭ ജനങ്ങൾക്ക് നൽകിയിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ചെമ്മന്തൂരിലെ പാർക്ക്. എന്നാൽ വിവിധ കാരണങ്ങളാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ മരങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കുന്നതോടെ പാർക്ക് നിർമ്മാണത്തിനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെത്തുന്ന കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഇതൊരു മികച്ച വിനോദ കേന്ദ്രമായി മാറും. നഗരസഭയുടെ നീക്കത്തെ ഏറെ സന്തോഷത്തോടെയാണ് പ്രദേശവാസികളും വ്യാപാരികളും സ്വാഗതം ചെയ്യുന്നത്. ലേല നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ എത്രയും വേഗം മരങ്ങൾ മുറിച്ചു മാറ്റി സ്ഥലം പാർക്ക് നിർമ്മാണത്തിനായി സജ്ജമാക്കും. ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടെ നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകുന്ന രീതിയിലായിരിക്കും പാർക്കിന്റെ നിർമ്മാണം. മരങ്ങൾ ലേലം കൊണ്ടവർ വരും ദിവസങ്ങളിൽ തന്നെ ഇവ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. നഗരസഭയുടെ നേതൃത്വത്തിലാണ് ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ശുചീകരണം നടത്തിയത്. പകർച്ചവ്യാധി ഭീഷണിയും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ വിപുലമായ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പുനലൂർ നഗരസഭ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ഓടകൾ വൃത്തിയാക്കുന്ന ജോലികൾക്ക് തുടക്കമായി. യാത്രക്കാരും വ്യാപാരികളും ഏറെ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ്. ഓടകളിൽ മണ്ണും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് പ്രധാന കാരണം. നിലവിൽ ഓടകൾ പൂർണ്ണമായും വൃത്തിയാക്കുന്നതോടൊപ്പം സ്റ്റാൻഡിന്റെ പരിസര പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നുണ്ട്. ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡ് കൂടാതെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പ്രധാന തോടുകൾ, പൊതുവഴികൾ, പൊതു ഇടങ്ങൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി വൃത്തിയാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ശുചീകരണം വ്യാപിപ്പിക്കുമെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പൊതുജനങ്ങൾ തങ്ങളുടെ വീട്ടുപറമ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ്സുകളെ വലയ്ക്കുന്നു. കിഴക്കൻ മേഖലയിൽ ദിവസ കളക്ഷനിൽ വൻ ഇടിവ്. പ്രതിസന്ധിയിൽ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്നതോടെയാണ് സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. പുനലൂർ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലെ സ്വകാര്യ ബസ് സർവീസുകളെ തീരുമാനം കൂടുതലായി ബാധിച്ചിട്ടുണ്ട്.
യാത്രക്കാരിൽ വലിയൊരു പങ്കും KSRTCയെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകളിലെ ദിവസ കളക്ഷനിൽ കുറവുണ്ടായിട്ടുണ്ട്. കിഴക്കൻ മേഖലയിലെ മലയോര ഗ്രാമങ്ങളെയും ടൗണുകളെയും ബന്ധിപ്പിച്ച സർവീസ് നടത്തുന്ന ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകളായിരുന്നു യാത്രക്കാർ. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നായതോടെ ഈ യാത്രക്കാരെല്ലാം KSRTCയിലേക്ക് മാറി. ഇത് സ്വകാര്യ ബസ്സുകളിലെ തിരക്ക് ഗണ്യമായി കുറയാൻ കാരണമായി. ഇപ്പൊ നിങ്ങളുടെ ബസ്സിൽ പഴയതുപോലെ ആളുണ്ടോ? ഇല്ല പഴയ ഇണങ്ങാണില്ല. എല്ലാവരും എല്ലാവരും മാറി നിൽക്കുകയാണ്. അതിലൊന്നും മനുഷ്യൻ കയറുന്നു. കിഴക്കൻ മേഖലയിലെ ബസ് സർവീസുകൾ കൂട്ടത്തോടെ സർവീസ് അവസാനിപ്പിക്കേണ്ടി വരുമെന്നും തൊഴിലാളി യൂണിയനുകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ തിരഞ്ഞെടുക്കാനായുള്ള കായിക മത്സരം നടത്തി. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ തിരഞ്ഞെടുക്കാനുള്ള കായിക മത്സരം നടത്തിയത്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 22 പെൺകുട്ടികളെയും 22 ആൺകുട്ടികളെയുമാണ് സ്റ്റുഡൻസ് പോലീസിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. കായിക മത്സരത്തിൽ 100 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. മത്സരത്തിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷയിലും വിജയിക്കണം. പദ്ധതിയിലേക്ക് ചേർക്കാനുള്ള 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത്. മൊത്തം 8 ഐറ്റം ഉണ്ട്. അതിൽ 5 ഐറ്റം പാസ്സാകുന്ന കുട്ടികളെ മെയിൻ ലിസ്റ്റിലേക്ക് പരിഗണിക്കും. മൊത്തം 100 കുട്ടികളാണ് ഫിസിക്കൽ ടെസ്റ്റിന് നമ്മുടെ ഈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 24 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 22 ബോയ്, 22 ഗേൾ. പിന്നെ ടോട്ടൽ 44 കുട്ടികൾ ഫൈനൽ സെലക്ഷൻ നടത്തി അടുത്ത ബാച്ചിലേക്ക് എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വായനാ ദിനാചരണത്തിന്റെയും ഗ്രന്ഥശാല സംഘം രൂപീകരണത്തിന്റെയും വാർഷികാഘോഷം നടത്തി. ജില്ലാതല ഉദ്ഘാടനം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വായനാ ദിനത്തിന്റെയും ഗ്രന്ഥശാല സംഘം രൂപീകരണത്തിന്റെയും 80ാം വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം PK ഗോവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായന തുറന്നു തരുന്ന വിശാലമായ ലോകം മഹാന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതു മേഖലയിലുള്ളവരും വളർന്ന് വികസിക്കണമെങ്കിൽ പുതിയ മനുഷ്യനായി മാറണം. പുതിയ മനുഷ്യനായി മാറുന്നത് അക്ഷരങ്ങളുടെ, പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ്. പുതിയ തലമുറയും അക്ഷരത്തിന്റെ ചിറകിലേറി പുസ്തകത്തിന്റെ താളുകളിലൂടെ ജീവിത വിജയം നേടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ മനുഷ്യർക്ക് മാത്രമുള്ള ഈ പറ്റിക്കൽ പരിപാടി കുരങ്ങുകൾ ആവിഷ്കരിച്ചു എന്നുള്ളത് പരിണാമത്തിന്റെ ഒരു പുതിയ സിദ്ധാന്തമാണ്. ഇനി വേറൊരു കാര്യം, അത് ഞാൻ സംസാരവുമായി ബന്ധപ്പെട്ടതല്ല. വെസ്റ്റേൺ രാജ്യത്ത് ഒരിടത്ത് നടത്തിയ പഠനം, ഈ കോവിഡിന് ശേഷം പക്ഷികളിൽ പെട്ടെന്നുണ്ടായ ഒരു പരിണാമത്തെക്കുറിച്ചുള്ള പഠനം വന്നു. അതിൽ പറയുന്നത്, ഒരു മലയുടെ മണ്ടയ്ക്ക് നടന്ന പക്ഷി കോവിഡ് സമയത്ത് മനുഷ്യർ പുറത്തിറങ്ങായതായപ്പോൾ അത് മലയുടെ മണ്ടയ്ക്ക് താഴെ ഇറങ്ങി, അവിടെ വിഹരിച്ചു തുടങ്ങി. അപ്പോൾ ഈ മലയുടെ മണ്ടയ്ക്ക് വെച്ച് ഇതിൻ്റെ കൊക്കിന് നല്ല നീള കൂടുതലായിരുന്നു. താഴെ ഇറങ്ങി വന്നപ്പോൾ കുറച്ചു കാലത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിൻ്റെ കൊക്കിന്, അടുത്ത തലമുറയുടെ കൊക്കുകൾക്ക് നീളം കുറഞ്ഞു. അതായത് നാട്ടിൽ ഭക്ഷണം കിട്ടുന്നതിന് എളുപ്പമായിരുന്നു, പക്ഷെ മലമണ്ടയ്ക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അത് കൊക്ക് കൊണ്ട് തുരന്നെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രമേണ അതിൻ്റെ കൊക്കിന് നീളക്കൂടുതൽ ആവശ്യമില്ലാതായി വന്നു. അപ്പോൾ പരിണാമം എന്ന് പറഞ്ഞാൽ ദീർഘകാലം മാത്രമല്ല, ചുരുങ്ങിയ കാലം കൊണ്ട് സംഭവിക്കുമെന്ന് ശാസ്ത്രലോകത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യമാണത്. അതിരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നതല്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരു 30,000 വർഷം കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ഒന്നാണ്. ഇതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഭാഷകളുണ്ടായി. ആ ഭാഷകളെന്ന് എങ്ങനെയാണ് ഭാഷ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രദേശത്തും ജീവിക്കുന്ന മനുഷ്യർ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അത് ഭാഷയായിട്ട് മാറുകയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് KP സജിനാഥ, റോയിസ്റ്റൺ A, സുജിത് T, സനോഷ് M, അനിത R എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ വൻ MDMA വേട്ട. 130 ഗ്രാം MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ എക്സൈസ് പിടികൂടി. കാർത്തികപ്പള്ളി സ്വദേശി അതുൽ ദേവിനെയാണ് പിടികൂടിയത്. 130.762 ഗ്രാം MDMAയുമായാണ് കാർത്തികപ്പള്ളി ശ്രീമന്ദിരം വീട്ടിൽ അതുൽ ദേവ് എന്നയാളെ ശാസ്താംകോട്ട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരണം സ്ഥിരമായി രാത്രികാല വാഹന പെട്രോളിംഗ് നടന്നു വരികയാണ്. ഇന്നലെ അത്തരത്തിലൊരു വാഹന പെട്രോളിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഈ കേസ് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ ഇതിനു മുമ്പും നിരവധി ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഇയാളുടെ കയ്യിൽ നിന്നും ഇയാളുടെ വാഹനത്തിൽ നിന്നുമായി ഏതാണ്ട് 130 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്.
അപ്പം നിലവിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലൊരു വലിയൊരു സീഷറാണ്. ഈ ഒരു 130 ഗ്രാം MDMA എന്ന് പറയുന്നതൊരു നിലവിലെ മാർക്കറ്റിലൊരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ വിലമതിക്കുന്നതാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ ഈ പ്രതി ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ വലിയ എമൗണ്ടിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പർച്ചേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖും സംഘവും നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് മൈനാഗപ്പള്ളി തോപ്പിൽമുക്ക് പേരൂർ ജംഗ്ഷനിൽ നിന്നും മയക്കുമരുന്നുമായി ഇയാളെ പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സജുകുമാർ ടി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വിജു CA, സിഇഒമാരായ പ്രേംരാജ് R, നിഷാദ് S, സുജിത് കുമാർ MS, അതുൽ കൃഷ്ണൻ, CEO ഡ്രൈവർ വിനീഷ് VG എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാധ്യമപ്രവർത്തകൻ അടൂർ ബാലൻ അനുസ്മരണം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി. അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ആർക്ക് വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലമാണിത്. അതിനാൽ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും അതിനാലാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായിരുന്ന അടൂർ ബാലൻ അനുസ്മരണമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് ആർക്കു വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും അതുകൊണ്ട് തന്നെ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണം ഇതാണെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പണ്ടൊക്കെ മാധ്യമ ഭരണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഫാക്ട് ചെക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെ ന്യൂസ് ക്യാരി ചെയ്യണമെന്ന് പത്രങ്ങൾക്ക് ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിന്റെ വശമുണ്ടായിരുന്നു. ഇപ്പൊ സരസൻ സംഭവം വന്നപ്പോൾ ആദ്യത്തെ കുറേ ദിവസം മുഖ്യധാരാ പത്രങ്ങൾ മാധ്യമങ്ങളൊന്നും അത് ക്യാരി ചെയ്തില്ല. ഞാനൊന്ന് തിരുവനന്തപുരത്താണ് അന്ന്. പക്ഷെ മാധ്യമങ്ങളിൽ തന്നെ ചില രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ മനോരമ, മാതൃഭൂമി, കേരളകൗമുദി തുടങ്ങി അന്നത്തെ പ്രധാന മാധ്യമങ്ങൾ ഏതൊക്കെ ക്യാരി ചെയ്യണം ഏതൊക്കെ ക്യാരി ചെയ്യണ്ട എന്നുള്ള അവരുടേതായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് തനിനിറം പോലൊരു പത്രങ്ങളുണ്ടായിരുന്നു. തനിനിറം എന്തേലും ഒക്കെ സത്യത്തിന്റെ കണിക എടുത്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നതും. കൊല്ലം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക അവാർഡ് G ഹസ്താമലകനും അടൂർ ബാലൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം S ഗോപികയ്ക്കും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ സുധീഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനൽ D പ്രേം, M മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ASI ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ യുവാവിനെ പിടികൂടി. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവറ സ്വദേശി ബിജുവിനെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട 18-കാരനായ ജോമോനാണ് പിടിയിലായത്. രാത്രി വീട്ടിലെത്തിയ ഇയാളെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ASIയെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ യുവാവിനെയാണ് പിടികൂടിയത്. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവറ സ്വദേശി ബിജുവിനെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട 18-കാരനായ ജോമോനെയാണ് അറസ്റ്റ് ചെയ്തത്. ജോമോനെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് ഇയാൾ രാത്രി വീട്ടിലെത്തിയപ്പോൾ സാഹസികമായി പിടികൂടുകയായിരുന്നു. ASI ഉമേഷ്, CPOമാരായ മനു, സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ജോമോനെ പിടികൂടിയത്. ഞാൻ ഇന്നലെ കല്ലട സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരത്തൊരു 8:45 മണിയോടുകൂടി 112 ഈവൻ്റ് വന്ന്, അപ്പോൾ കൊടുവിളെ ജോമോനെന്ന് വിളിക്കുന്ന ഒരുത്തനെ അവിടെ വീടുകളിൽ ലൈറ്റ് അടിച്ച് പിള്ളേരെ പേടിപ്പിടിയാക്കുന്നു എന്നും പറഞ്ഞ് എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കാനായിട്ട് അവർ വിളിച്ച നമ്പറിൽ വിളിച്ച് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് കണക്ക് ജോമോനെന്ന് പറഞ്ഞ നിരന്തരമായിട്ട് ഇവിടെ വന്ന് പിള്ളേരെ ശല്യം ചെയ്യുകയും രാത്രി പേടിപ്പിക്കുകയും രാത്രി സ്ത്രീകളുള്ള വീടുകളിലെ കുളിമുറിയിലും മറ്റും എത്തി നോക്കുകയും പിടിക്കുകയും ചെയ്യുന്നെന്നും പറഞ്ഞ് പരാതി പെടുകയും അങ്ങനെ ഞാനും ഡ്രൈവറും കൂടെ ജീപ്പിനകത്ത് ഈ കൊടുവിള എന്ന സ്ഥലത്ത് എത്തുകയും അപ്പോൾ ഈ പരാതിക്കാരനെ വിളിച്ച് എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി വിളിച്ച സമയത്ത് അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടുകയും അവർ പല പരാതികൾ പറയുകയും, അപ്പോൾ അതിനെതിരെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ ഒരു മാസ്റ്റർ പെറ്റീഷനോട്ടൊന്ന് സ്റ്റേഷനിൽ വരിക, അപ്പോൾ അതിന് നമുക്ക് നടപടിയെടുക്കാം. അപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് സാന്ത്വനിപ്പിച്ച്
അവർ ഇപ്പം തന്നെ പിടിക്കണം മറ്റേ ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും നോക്കട്ടെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇവൻ്റെ വീടെന്ന് വെച്ചാൽ വളരെ താഴ്ചയാണ്. അപ്പോൾ ഈ പോകണമെങ്കിൽ ഒരു കാടിനകത്തൂടെ വേണം ഇവൻ്റെ വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ ഒരു 10-600 മീറ്റർ താഴ്ച പോകണം. അപ്പം ഞാനും ഡ്രൈവറുടെ ആ ഇരുട്ടത്ത് ലൈറ്റ് വെട്ടത്ത് ഞങ്ങൾ ആ കാടിൻ്റെ നടുക്കൂടെ ഇവരെ വീട്ടിലെത്തുകയും അപ്പോൾ ലൈറ്റ് വെട്ടവും കഥവും അടച്ച് ചാരിയിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇവനെ വിളിച്ചു സംസാരിച്ചു. അവനെ അങ്ങനെ ഇറങ്ങി വന്നു. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, എന്തോ സംഭവം. അപ്പോൾ ഇവനെ എടുത്താലേ അത് നിങ്ങൾക്ക് തെളിവ് വല്ലതും ഉണ്ടോ, നിങ്ങളെന്തോ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇവനെ നമ്മളെ വയലൻ്റായിട്ട് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് തെളിവുണ്ട്, തെളിവുണ്ടായതിൻ്റെ അടുത്താണ് വന്നത്. അതാ നിങ്ങൾ തെളിവ് കാണിയിരുന്നെന്നും പറഞ്ഞ് ഇവനെ വെളിയിലോട്ടിറങ്ങി ഇങ്ങനെ ചുറ്റി കറങ്ങി ഞങ്ങളുടെ നിൽക്കുന്നതിൻ്റെ ബാഗ് വന്നു. അപ്പോൾ അവിടെ ഇച്ചിരി ഇരുട്ട് ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് പടിയിലെ ആൾക്കാർ, പെണ്ണുങ്ങളും ആ കുട്ടികളും എല്ലാം കൂടെ ജനലിനകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അവരുടെ ഭർത്താവ് കൊണ്ടു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇവനുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടാന്നുള്ള കണക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മിന്നൽ പോലായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ ഒരുക്കിയത് അക്ഷരപ്പുര. ഇതോടൊപ്പം കാർഷിക അറിവുകൾ പകർന്ന് ചെറിയ കൃഷിത്തോട്ടവും. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശികളായ നജീബ് സജിത ദമ്പതികളാണ് മകൻ ഇബ്നു നജീബിന്റെ സ്മരണയ്ക്കായി ഗ്രന്ഥശാല നിർമ്മിച്ചു നൽകിയത്. വീട്ടുമുറ്റത്തെ 2 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച ഗ്രന്ഥശാലയിൽ തന്റെ മകനെ പോലെയുള്ള 100 കണക്കിന് കുട്ടികളുടെ കൂട്ടായ്മയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയിൽ 3000-ലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. സ്വന്തം കഴിവുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നാടിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥിയായിരുന്നു അസ്ഹർ ഇബ്നു നജീബ്. തൊടിയൂർ ഇടക്കുളങ്ങര പുലിയൂർ വഞ്ചിത്തേക്ക പൂവണ്ണിൽ നജീബ് സജിത ദമ്പതികളുടെ മകനായ അസ്ഹർ ഇബ്നു നജീബ് ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തെ വിട്ടുപിരിഞ്ഞു. മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ വീട്ടുമുറ്റത്ത് 2 സെന്റ് ഭൂമിയിൽ ഗ്രന്ഥശാല നിർമ്മിച്ചു. ഓർമ്മ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതിന് ഗ്രന്ഥശാല തുടങ്ങിയത്. ഇതിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വായനയോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തക്ക രീതിയിലുള്ള പരിശീലനങ്ങളും പരിപാടികളുമാണ് ഗ്രന്ഥശാലയോട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പം അക്ഷരക്കളരി അവധിക്കാല ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നത്. വെറൈറ്റി പരിപാടികളായിരുന്നു ഓരോ ദിവസവും. അങ്ങനെ ഒരു കഥ, അതിനോടൊപ്പം തന്നെ ഒരു കയ്യെഴുത്ത് മാസിക, കഥയുടെ കൈവഴികൾ, അത് ഈ ജൂൺ മാസം മുതൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തുടർന്ന് പിന്നീട് ഇന്നവിടെ അവർ തന്റെ മകനെ പോലെയുള്ള 100 കണക്കിന് മക്കളുടെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നു. ബിനുവിന്റെ ഓർമ്മ എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ ഉള്ള ചിന്തയിൽ നിന്നാണ് ഈ ലൈബ്രറി എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഇതിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നതിന് ഞങ്ങളുടെ ബാലവേദി പ്രവർത്തകരും അതുപോലെ യുവജന സംഘടന പ്രവർത്തകരായാലും വനിതാവേദി പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടെയാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ, ഇതിൻ്റെ ഓരോ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുകളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ച് ഈ പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇബ്നുവിൻ്റെ വാപ്പ ശ്രീ നജീമിൻ്റെ നേതൃത്വത്തിൽ ഹരിത ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളും ഇവിടുത്തെ വനിതാവേദി പ്രവർത്തകരും ബാലവേദി പ്രവർത്തകരും ഒത്തുചേർന്നാണ് ഈ കൃഷിയിടം ഇത്ര അധികം വളർച്ചയെത്തിച്ചത്. നാടിന്റെ ആകെ അഭിമാനമായി വളർന്നു വരേണ്ട മിടുക്കനായിരുന്നു അസ്ഹർ ഇബ്നു നജീബ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തമായി ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചെങ്കിലും സമ്മാനം കിട്ടിയില്ല. എങ്കിലും വാശിയോടെ ആധുനിക ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. അതിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വിൽപ്പന നടത്തി. ആവശ്യക്കാർക്ക് ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ചു നൽകി. മാസം 30,000-ലധികം രൂപ കണ്ടെത്തി. ഇങ്ങനെ ചെറുപ്രായത്തിലൂടെ വീട്ടുകാർക്ക് കൈത്താങ്ങാകാൻ അസ്ഹറിന് കഴിഞ്ഞു. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിനിടയിൽ NSS വോളണ്ടിയറായി പ്രവർത്തിച്ചു. ബാലസംഘത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. 2021 ജൂൺ 16-ന് +2 വിദ്യാർത്ഥിയായിരുന്ന അസ്ഹർ ഓൺലൈൻ പഠനത്തിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ മാതാപിതാക്കൾ നോക്കുമ്പോൾ ബോധരഹിതനായി കട്ടിലിൽ കിടക്കുകയായിരുന്നു.
ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നുള്ള ശ്വാസമുട്ടലായിരുന്നു മരണകാരണം. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഉമ്മ സജിത കുറിച്ചിട്ട കവിതകളും ഓർമ്മക്കുറിപ്പുകളും അടങ്ങിയ ഇബിനു എന്ന പൊൻതാരകം എന്ന പുസ്തകവും ഗ്രന്ഥശാലയിലുണ്ട്. ഗ്രന്ഥശാലയുടെ 1ാം വാർഷികത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. മകന്റെ ഓർമ്മയ്ക്കായി ഇവർ നിർമ്മിച്ച ഗ്രന്ഥശാല 2022 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 3000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 250ഓളം അംഗങ്ങളും. നാടിന്റെ അക്ഷര വെളിച്ചമായി മാറിയിരിക്കുകയാണ് ഈ ഗ്രന്ഥശാല. ഗ്രന്ഥശാലയിലെ കുട്ടികൾ ഉൾപ്പെട്ട ബാലവേദിയുടെ നേതൃത്വത്തിൽ വിശാലമായ കൃഷിത്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധങ്ങളായ പച്ചക്കറി ഇനങ്ങളാണ് കുട്ടികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചേർന്ന് വിളയിച്ചെടുക്കുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജൈവ കൃഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇബിനു ഹരിത ക്ലബിന് രൂപം നൽകി. അത് എല്ലാ മാസവും ഒരു റിട്ടയർഡ് കൃഷി ഓഫീസർ പുഷ്പരാജ സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കുട്ടികൾക്ക് ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പരിചരണത്തെക്കുറിച്ചും ഒക്കെ വിശദമായ ക്ലാസ്സുകൾ എല്ലാ മാസവും ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരി കൂടിയായ ഇബിനുവിന്റെ ഉമ്മ സജിത നജീം തന്നെയാണ് ലൈബ്രറിയൻ. മകന്റെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നാട്ടിലാകെ പടർത്തുകയാണ് ഈ മാതാപിതാക്കളും ഗ്രന്ഥശാല പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. 7 വയസ്സുകാരിക്ക് പീഡനം. യുവാക്കൾക്കെതിരെ പോക്സോ കേസ്, ഒരാൾ പിടിയിൽ. കൊല്ലം കടയ്ക്കലിലാണ് സംഭവം. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. എഴുകോൺ ജംഗ്ഷനിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബോർഡുകൾ നീക്കം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം സബ് ഡിവിഷനിൽ തുടക്കം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.